കണ്ടു ഞണ്ടിരിക്കുന്നുണ്ടോ, നല്ല കളർഫുൾ ഞണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും രസം ടൈഗർ പ്രോണുകളാണ്, ഭയങ്കര വലിപ്പമുള്ള ടൈഗർ പ്രോണുകളാണ്. ഞങ്ങളിത് കണ്ട് ഈവൻ പോർക്ക് അട്ടി വെച്ചാൽ കേട്ടോ. അത് വെട്ടി വിൽക്കാനും വാങ്ങാനും ഒരുപാട് പേര് വരുന്നുണ്ട്. മീനിൻ്റെ തല ഇരിക്കുന്നുണ്ടോ, വലിയ വലിയ തലകൾ, അത് അങ്ങനെ എടുത്തു കൊടുക്കും. ഡൽഹിയിലെ അത്യാവശ്യം നല്ല പോർഷ് ടീം വരുന്ന നല്ലൊരു നോൺ വെജ് മാർക്കറ്റിലാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഇവിടെ INA മാർക്കറ്റ് എന്നാണ് പറയുക. കണ്ടു, ഫ്രം ഔട്ട് സൈഡ് ഇത് വലിയ കാര്യമില്ല എന്ന് നമുക്ക് തോന്നും, പക്ഷേ ഇതിൻ്റെ ഉള്ളിലോട്ട് പോയാലാണ് ഇതിൻ്റെ ശരിക്കുള്ള ഭംഗി. കണ്ടു, ഫുള്ള് ഫ്രൂട്ട്സും ഫുള്ള് വെജിറ്റബിളും അതിൻ്റെ മാർക്കറ്റ്. പിന്നെ ഭയങ്കര ഭംഗിയുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ്. ഡെക്കറേഷൻ സ്ട്രീറ്റ് തന്നെ ഒരുപാടുണ്ട് കേട്ടോ. ഈ സ്ട്രീറ്റ് ഉണ്ട് മൊത്തം ഡെക്കറേറ്റീവ് സാധനങ്ങളാണ്. കണ്ടോ, ക്രിസ്മസ് ആയതിൻ്റെ ഫുള്ള് ഡെക്കറേഷൻ സാധനങ്ങളാണ്. ഫുള്ള് അടിപൊളി ഡെക്കറേറ്റീവ് സാധനങ്ങളാണ് അവിടെ കിട്ടുന്നത്. പല ഫുഡ് കടകളും. പക്ഷെ ഞാൻ ഈ തുണികളോ ഈ ഒരു ഡെക്കറേറ്റീവ് സാധനങ്ങളോ കാണിക്കാനല്ല വന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇവിടുത്തെ ഈ ഭംഗി കണ്ടിട്ട് നമുക്ക് ഉള്ളിലേക്ക് എന്തായാലും പോവാം. കണ്ടോ, ഫുഡ് ഇല്ലാത്ത ഒരു സാധനങ്ങളും ഇല്ല. എന്തൊക്കെ വേണോ എല്ലാം കഴിക്കാനുള്ള ഐറ്റംസ് കൂടെ ഉണ്ട്. എന്താ ക്രിസ്മസിന് ഒരു കുറവില്ല. അത് ക്രിസ്മസ് ഐറ്റംസ് മൊത്തം എത്തിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം. ഇതിൻ്റെ ഉള്ളിലാണ് ഭംഗി. എന്ത് രസം നോക്കിയേ സാധനങ്ങൾ. അതും കോസ്റ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി കോസ്റ്റ്ലി സാധനങ്ങളാണ് എല്ലാം ഉണ്ടാവാം. കഴിക്കാനുള്ള സാധനങ്ങളാണെങ്കിലും ഇങ്ങനത്തെ ഐറ്റംസ് ആണെങ്കിലും ഇതൊന്നും കാണിക്കാനല്ല ഞാൻ വന്നിട്ടുള്ളത് നല്ല നോൺ വെജ് മാർക്കറ്റ് കാണിക്കാനാണ്. പച്ചക്കറി ഒരു സൈഡിലുണ്ട്, അതൊക്കെ പോട്ടെ. നോൺ വെജ് കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. കണ്ടോ, ഇതൊക്കെ വെജിറ്റബിൾ മാർക്കറ്റാണ്. ഇവിടുന്ന് പോയി റോയൽ ഫിഷ്, ഇവിടുന്ന് തുടങ്ങാണ് ഫിഷിൻ്റെ മാർക്കറ്റ്. കണ്ടോ, കിടക്കണ കിടപ്പ് നോക്കിയേ, വലിയ വലിയ ഭീകര സാധനങ്ങൾ. ഇതാണ് മാർക്കറ്റ്. മീൻ കിടക്കുന്നുണ്ടോ. എല്ലാം ഉണ്ട്. നമ്മുടെ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എല്ലാ സാധനങ്ങളും ഇതൊക്കെ. ഈവൻ പോർക്ക് അട്ടി വെച്ചാൽ കേട്ടോ. അത് വെട്ടി വിൽക്കാനും വാങ്ങാനും ഒരുപാട് പേര് വരുന്നുണ്ട്. നമ്മുടെ കണവ ഇഷ്ടം പോലെ, വലിയ വലിയ ഷ്രിമ്പ്, നമ്മുടെ ടൈഗർ പ്രോൺസും കൂന്തളും കണവയും. മീൻ വേണമെങ്കിൽ ഇവിടെ നൈസായിട്ട് വെട്ടി കൊടുക്കും, അടിപൊളിയായിട്ട് വെട്ടി കൊടുക്കുന്നുണ്ട്. വലിയ വലിയ ഷാർപ്പ് കത്തിരിക്കുന്നുണ്ടോ, ആ കത്തിയിൽ ഇങ്ങനെ നൈസായിട്ട് അരിഞ്ഞു കൊടുക്കും. ഇവിടെ നിന്ന് വരുന്ന ആരും ഇത് കുറച്ച് വാങ്ങാനല്ല കേട്ടോ വരുന്നത്, ഒരു ലോഡ വാങ്ങി കൊണ്ടുപോവാം. കണ്ടു, കിലോ കണക്കിന് അങ്ങനെ തൂക്കി കൊണ്ടുപോച്ചേ. കണ്ടു, ഒരു മീൻ മൊത്തത്തിൽ അല്ലെങ്കിൽ 2-3 മീനൊക്കെ വാങ്ങിക്കൊണ്ടുപോവാം. ഇത് നമ്മുടെ കരിമീൻ ഇരിക്കുന്നു. നിങ്ങൾക്ക് ലൈവ് ചിക്കൻ വേണോ, ഒരു 2-3-4 കിലോ വരുന്ന ചിക്കനോളും കൊടുക്കുന്നുണ്ട്. കാല് വെട്ടിയിട്ടാണ്. അതിൻ്റെ തന്നെ പല പാർട്സുകളായിട്ട് അങ്ങനെ വെയിറ്റിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ലെഗായിട്ടോ ബ്രസ്റ്റ് പീസായിട്ടോ എങ്ങനെയും കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് മട്ടനൊക്കെ ഇരിക്കുന്നത്, മട്ടനൊക്കെ അങ്ങനെ വിട്ടു കൊടുക്കാം. മട്ടൻ പാർട്സ്, ലിവേഴ്സും ഒക്കെ ആയിട്ട്. ഇത് നമ്മുടെ ഫീറ്റ്, ചിക്കൻ ഫീറ്റ്. മീനിൻ്റെ തല ഇരിക്കുന്നുണ്ടോ, വലിയ വലിയ തലകൾ, അത് അങ്ങനെ എടുത്തു കൊടുക്കും. ഫിഷ് ഹെഡ് കിतना भैया, कितना? हाँ ये वाला 200. കണ്ടോ, 200 രൂപയാണ്. 200 രൂപയാണ് ഓരോ മീനിൻ്റെ തലയ്ക്കുള്ളത്. ക്യാ മീൻ? സുർമ. സുർമയുടെ തല അടിപൊളിയല്ലേ. എനിക്കിവിടെ നിലത്തെ ക്ലീൻനെസ് കണ്ടിട്ടാണ്. ഇത്രയും മീനുകട ഉണ്ടായിട്ടും ഈ അടിഭാഗം കണ്ടോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവന്മാർ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സക്സസ്സും. ഒരു ചളി പോലും ഇല്ലാതെ കറക്റ്റായിട്ട് അത് ക്ലീൻ ആക്കുന്നുണ്ട്.
ആൻഡ് ഇവിടെ ഡൽഹിയിലുള്ളവർ മാത്രമല്ല വരുന്നത്, ഒരുപാട് ഫോറിനേഴ്സും വരുന്നുണ്ട്, വേറെ ലാംഗ്വേജ് ആൾക്കാരും വരുന്നുണ്ട്, ആഫ്രിക്കയിലത്തെ ആൾക്കാർ വരുന്നുണ്ട്. ഇത് മട്ടനാണ്, ആൾക്കാർ മട്ടൻ വാങ്ങാൻ വരുന്നതാണ്. നല്ല കാല് കഷ്ണം, അത് നല്ല വൃത്തി, അത് വെട്ടി കൊടുക്കുകയും ചെയ്യും. തൂങ്ങി കിടക്കുന്നുണ്ട് രണ്ട്. ഓ, ഈ കടയിൽ വെച്ചുള്ള സാധനങ്ങളുണ്ടോ? കോഴിയുടെ ഉള്ളിലത്തെ സാധനങ്ങൾ വരെ കറക്റ്റ് വെട്ടി വെച്ചിട്ടുണ്ട്. ഉണ്ടോ കോഴിക്കടകൾ അത്രയും ചെറുതാണ്. ഒപ്പം അവിടെ താറാവും ഉണ്ടോ? താറാവും ഉണ്ട്. ഇത് ഓരോ കോഴി 2-3 കിലോ 4-5 കിലോ വരുന്ന കോഴികൾ വരണ്ട്. വെട്ടി പോയിക്കൊണ്ടേയിരിക്കും ഇവിടെ. താറാവിനെ പിടിക്കാനായി അല്ല, കോഴി. അടുത്ത കോഴി. മട്ടൻ്റെ കണ്ടോ, കാല് വരെ നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്തിട്ട് അവർ വിൽക്കുന്നുണ്ട്. ഇപ്പോൾ സൂപ്പ് ഉണ്ടാക്കാനോ അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് മട്ടൻ്റെ കാല് നല്ല ഹെൽപ്ഫുള്ളാണ്. വലിയ മീനാണ് കണ്ടോ, അവർ കറക്റ്റ് ക്ലീൻ ചെയ്തിട്ട് കൊടുക്കും. കണ്ടോ എത്ര വലിയ മീനാണ് വൃത്തിയാകുന്നത്. പിന്നെ അത് കട്ട് ചെയ്യും കേട്ടോ. കണ്ടോ ഞണ്ടിരിക്കുന്നുണ്ടോ, നല്ല കളർഫുൾ ഞണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും രസം ടൈഗർ പ്രോണുകളാണ്. ഭയങ്കര വലിപ്പമുള്ള ടൈഗർ പ്രോണുകളാണ്. എല്ലാം ക്ലീൻ ചെയ്തിട്ട് കൊടുക്കും, നല്ല നീറ്റായിട്ട് കണ്ടോ, വൃത്തിയാക്കിയിട്ടാണ് കൊടുക്കുക. ഈ ഞണ്ട് കണ്ടിട്ട് എനിക്ക് ഇതാവുന്നത്. ഓരോ മീനുകളുടെ വലിപ്പം നോക്കി, എനിക്ക് വലിപ്പമുള്ള മീനുകളല്ലേ. ഒരു കൈപ്പത്തി വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എത്ര ചെറുത കൈ, അത്രയും വലുത്. പല തരത്തിലുള്ള മീനുകളുണ്ട്. അതെല്ലാം നല്ല വൃത്തിക്ക് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ അത്രയും വലിയ കത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ആൻഡ് ഇത് വാങ്ങുന്നവർ 1 കിലോ 2 കിലോ ഒന്നല്ല വാങ്ങുക, 5 കിലോ 6 കിലോ ഒരുമിച്ചാണ് വാങ്ങുക. അത് ഒരാഴ്ചക്കോ അല്ലെങ്കിൽ 2-3 ദിവസത്തേക്കൊക്കെ അവർക്ക് അത് മതി. ആൻഡ് അതല്ലാതെ നല്ല പച്ചക്കറി മാർക്കറ്റും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പച്ചക്കറികളൊക്കെ കിട്ടും, നല്ല ഫ്രഷ് സാധനങ്ങളാണ് കിട്ടുക. കണ്ടോ നല്ല ഫ്രഷ് സാധനങ്ങളാണ് കിട്ടുക. മൊത്തം ഇല സാധനങ്ങളാണ്, പലതരമുള്ള ഇലകളും. നല്ല കൂണ് തന്നെ എത്ര തരം നോക്കിയേ, ഒരു തരം വേറെ തരം. നല്ല അവക്കാട ഇരിക്കുന്നുണ്ട്, ഫുള്ള് ഫ്രഷ്. അത്യാവശ്യം ലക്ഷറി ടീമാണ് ഇവിടെ കൂടുതലും വരുന്നത്. അതിനനുസരിച്ച് തന്നെ നല്ല പ്രൈസും ഉണ്ട്. കൊണ്ടോ കടകളൊക്കെ നല്ല രസത്തിലാണ് ചെയ്തത്, അത്യാവശ്യം നല്ല പ്രൈസും ഉണ്ട് കേട്ടോ. ഇതൊരു ലോക്കൽ മാർക്കറ്റല്ല. ഞങ്ങളിവിടെ വന്നിട്ട് 2 ദിവസം മുന്നേ വന്നിട്ട് കുറച്ച് ചിക്കനും മീനൊക്കെ വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചാണ് ഇവിടെ വന്നിട്ടൊരു വീഡിയോ എടുക്കണമെന്ന്. ആൻഡ് ഇതൊക്കെ തന്നെയുള്ള ഈ മീൻ്റെയും ചിക്കൻ്റെ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. ആൻഡ് ക്രിസ്മസ് ഈസ് അറൗണ്ട് ദ കോർണർ. അപ്പോൾ ഡൽഹിയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വരാ. ഇത് IMA മാർക്കറ്റാണ്. വരാ, സാധനങ്ങൾ വാങ്ങാൻ പോവാം. അപ്പോൾ ബൈ.